ഇന്നൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയാലോ? ലഞ്ച് ബോക്സിലേക്കില്ലേ നമ്മൾ ഒഴിച്ചു കറികളൊക്കെ കുട്ടിയെ കൊടുത്തിടാൻ എന്തായാലും മടി കാണിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി. ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുട്ടികൾ ഒരു തുള്ളി പോലും ബാക്കി വെക്കാണ്ട് ലഞ്ച് ബോക്സ് കാലിയാക്കിയിട്ട് കൊണ്ടുവന്നോളൂ കേട്ടോ. അപ്പോൾ റെസിപ്പിയിലേക്ക് പോയാലോ? നമുക്ക് വേണ്ടത് ആദ്യം ഒരു മിക്സീൻ്റെ ജാറാണ്. അതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, എരിവിന് ആവശ്യമായിട്ടുള്ള കേട്ടോ. പിന്നെ ഒരു പീസ് ഇഞ്ചി, ഒരു 10-15 ചെറിയുള്ളി ഇല്ലേ അത് വേണം, ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും. ഇതെല്ലാം കൂടെ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യുക, ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കുക. ഇതുണ്ടാക്കാൻ അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക കേട്ടോ. ചീനച്ചട്ടി ചൂടായാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതവിടെ ചെറിയ തീയിൽ വെച്ചിട്ട് കുക്കാവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യുക, സെയിം മിക്സീൻ്റെ ജാറിലേക്ക് ഒരു മുറി തേങ്ങ ചിരവിയത്. തേങ്ങ കുറച്ചധികം ഉണ്ടെങ്കിലേ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇതേപോലെ ഇതങ്ങോട്ട് മാറ്റി വെക്കുക. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ച് നല്ലപോലെ കുക്കായി പച്ചമണെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചെറിയ ചെറിയ പീസാക്കിയിട്ടുള്ള ചിക്കൻ വേണേൽ ചേർക്കാൻ, വലിയ പീസാക്കേണ്ട, ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ആ ചിക്കനും മസാലയും കൂടി നല്ലപോലെ യോജിപ്പിച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. നമ്മൾ മൂടി വെച്ച് 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. വെള്ളമൊന്നും അതുകൊണ്ട് ഒഴിക്കണ്ട, ഇതിലുള്ള വെള്ളം മതി കേട്ടോ. വെള്ളം പോരാൻ തോന്നിയാൽ ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതിയേ, ഒഴിക്കണം നിർബന്ധമില്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടിട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് ചിക്കനൊക്കെ നല്ലപോലെ കുക്കായി വെള്ളമൊക്കെ വറ്റി എണ്ണ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നമ്മൾ ചതച്ച് വെച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കനും തേങ്ങൻ്റെ മിക്സും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ യോജിപ്പിച്ച് ആ തേങ്ങയും ചിക്കനും നല്ലപോലെ കോട്ട് ചെയ്തെടുക്കുക. കുറച്ച് നേരം മൂടി വെക്കുക, 2-3 മിനിറ്റ് മാത്രം. അതിനുശേഷം തുറക്കുക, സെർവ് ചെയ്യുക. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻ്റായിട്ട് അറിയിച്ചാൽ മതി കേട്ടോ. ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഒഴിച്ച് കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. നമ്മളെ കുട്ടി എന്തായാലും പാത്രം കാലിയാക്കിയിട്ട് വന്നോളൂ. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.